മീഡിയരൻ ടുഡേയ്സ് ടാക്ക്. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായുള്ള ഓഫീസ് പുതിയ സ്ഥലത്തേക്ക് മാറ്റുന്നു. കണ്ണൂർ സ്വദേശി ഹൃദയാഘാതം മൂലം ഒമാനിലെ സലാലയിൽ അന്തരിച്ചു. സൗദിയിലെ മുഴുവൻ പ്രവശ്യകളിൽ നിന്നുള്ള കലാപ്രതിഭകളുടെ കൂട്ടായ്മയായ സൗദി കലാസംഘം SKS പ്രവർത്തകർ ജില്ലയിൽ സംഘടിപ്പിച്ച കലാമാമാങ്കം ആസ്വാദകരുടെ മനസ്സിന് കുളിർമയേകിയ പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി. ഇന്ത്യൻ സ്കൂൾ ബഹ്റൻ കലോത്സവമായ തരംഗിന് ഇസ ടൗൺ ക്യാമ്പസിലെ ഉജ്ജ്വല പര്യവസാനം. ബഹ്റൻ കേരളീയ സമാജം എന്റർടൈൻമെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള യുവത്വത്തെ ആഘോഷിക്കുന്ന ഡാൻസ് മ്യൂസിക് പരിപാടി ദും ദലാക്ക ഈ വർഷം ഡിസംബർ 17 നടക്കും. ടുഡേയ്സ് ടാക്ക് വിശദമായി. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായുള്ള ഓഫീസ് പുതിയ സ്ഥലത്തേക്ക് മാറ്റുന്നു. നിലവിൽ ഊത്മേത്തയിലെ ബിസിനസ് ഓട്രിയത്തിൽ പ്രവർത്തിച്ചിരുന്ന SDIVS ഗ്ലോബൽ അറ്റസ്റ്റേഷൻ സെന്ററാണ് അൽ നാസർ സെന്ററിലേക്ക് മാറ്റുക. അൽ നാസർ ക്ലബിന് സമീപമാണ് പുതിയ കേന്ദ്രം. ഒക്ടോബർ 7 മുതൽ ഇവിടെ സേവനം ലഭ്യമാകും. ദുബൈക്ക് പുറമെ ഷാർജ, അജ്മാൻ, ഉമുൽ ഖുവൈൻ, റാസൽ ഹൈമ, ഫുജൈറ എമിറേറ്റ്സിലെ പ്രവാസി ഇന്ത്യക്കാരും സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷന് വേണ്ടി ഈ സേവന കേന്ദ്രത്തെയാണ് സമീപിക്കേണ്ടത്. അതേസമയം പാസ്പോർട്ട് സേവനം BLS കേന്ദ്രത്തിൽ തുടരും. കണ്ണൂർ സ്വദേശി ഹൃദയാഘാതം മൂലം ഒമാനിലെ സലാലയിൽ അന്തരിച്ചു. തലശ്ശേരി ചിരക്കര കാടൻകണ്ടി മുഹമ്മദ് അജ്മലാണ് ഹൃദയാഘാതം മൂലം മരിച്ചത്. സലാല ഹസൻ ബിൽ താബിത് ഹോട്ടലിലെ ജീവനക്കാരനായിരുന്നു. സലാല ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം തുടർ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. സൗദിയിലെ മുഴുവൻ പ്രവശ്യകളിൽ നിന്നുള്ള കലാപ്രതിഭകളുടെ കൂട്ടായ്മയായ സൗദി കലാസംഘം SKS പ്രവർത്തകർ ജില്ലയിൽ സംഘടിപ്പിച്ച കലാമാമാങ്കം ആസ്വാദകരുടെ മനസ്സിന് കുളിർമയേകിയ പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി. ജിദ്ദ ബീഡ്സ് 2024 എന്ന പേരിൽ ലയാലി നൂർ ഓഡിറ്റോറിയത്തിൽ 8 മണിക്കൂർ നീണ്ട മെഗാ ഷോയിൽ 100ഓളം കലാകാരന്മാരാണ് വിവിധ പരിപാടികൾ അവതരിപ്പിച്ചത്. ആയിരങ്ങൾ പങ്കെടുത്ത പരിപാടി ജിദ്ദ നാഷണൽ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ VP മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. SKS പ്രസിഡന്റ് റഹീം ഫരദന്നൂർ തബൂക്ക് അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ സ്കൂൾ ബഹ്റൻ കലോത്സവമായ തരംഗിന് ഇസ ടൗൺ ക്യാമ്പസിലെ ഉജ്ജ്വല പര്യവസാനം. ബഹ്റൻ കേരളീയ സമാജം എന്റർടൈൻമെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള യുവത്വത്തെ ആഘോഷിക്കുന്ന ഡാൻസ് മ്യൂസിക് പരിപാടി ദും ദലാക്ക ഈ വർഷം ഡിസംബർ 17 നടക്കും. 2.5 മണിക്കൂർ ദൈർഘ്യത്തിൽ നോൺ സ്റ്റോപ്പായി ഒരുക്കുന്ന പരിപാടിയിൽ ഇന്ത്യയിൽ നിന്നും ബഹ്റിനിൽ നിന്നുമുള്ള അനുഗ്രഹീത ഡാൻസ് മ്യൂസിക് കലാകാരന്മാരുടെ വിവിധ ട്രൂപ്പുകൾ പങ്കെടുക്കുമെന്ന് സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, ദും ദലാക്ക കൺവീനർ ദേവൻ പാലോട് എന്നിവർ അറിയിച്ചു.